പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളിപ്പോൾ ഉടുമലൈ പേട്ടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടുമൽപേട്ടയ്ക്ക് ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററോട്ട് ഉണ്ടെന്നുള്ളൂ. ഇപ്പോൾ ഉടുമൽപേട്ടയുടെ ആ ടൗണിന് പുറത്തുള്ള കുറച്ച് കാഴ്ചകളിലേക്കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നമ്മളങ്ങോട്ട് ടൗണിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. ഒന്നാലോചിച്ച് നോക്കി, ഈ സമയത്തൊക്കെ ഒരു റെയിൽവേ ക്രോസ്, ഫ്ലൈ ഓവർ ഇല്ലാത്തൊരു റെയിൽവേ ക്രോസ് എന്ന് വെച്ചാൽ ആലോചിച്ച് നോക്കി. ഒരു 2 വർഷം ഏകദേശം കോവിഡിന് തൊട്ട് മുമ്പ് വരെ ആ റെയിൽവേ ക്രോസ് ശരിക്കും അവിടെ ഗേറ്റ് അടച്ച് ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2017 കാലഘട്ടങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഈ റെയിൽവേ മറ്റേ ഫ്ലൈ ഓവറിനുള്ള പണി തുടങ്ങിയത്. മിക്കവാറും അവിടെ ബ്ലോക്കായിരുന്നു. ഒരുപാട് മാറ്റി ഏകദേശം 2-3 വർഷം എടുത്തിട്ടാണത് ചെയ്ത് തീർന്നത്. അപ്പോൾ ആ റെയിൽവേ ക്രോസിലേക്ക് ആ ഫ്ലൈ ഓവറിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള ഉടുമൽപേട്ടയുടെ കുറേ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ തൽക്കാലം ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആ വണ്ടി നിർത്തിയപ്പോൾ ചെറിയൊരു അമ്പലത്തിൻ്റെ അമ്പലത്തിൽ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ അമ്പലങ്ങളാണല്ലോ. ഇതാണ് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള കുറേ കാഴ്ചകൾ ആണിത്. കാരണം ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ആ താഴത്തെ കാഴ്ചകളൊക്കെ വളരെ നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇറങ്ങി ചെല്ലുന്ന ഉടുമ്പേട്ടൻ്റെ ഒരു മെയിൻ ജംഗ്ഷനിലേക്കാണ് അത്. ശരിക്കും അവിടുന്ന് നേരെ ലെഫ്റ്റ് പോയിട്ടുണ്ടെങ്കിൽ പൊള്ളാച്ചിയാണ്, റൈറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പഴനി സൈഡിലേക്ക് പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ താഴത്തേടെ റെയിൽവേ പ്രോസസ്സ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ തിരുപ്പൂർ ജില്ലയിലാണ് ശരിക്കും ഈ ഉടുമൽപേട്ട വരുന്നത്. അതേപോലെ തന്നെ ഈ ഉടുമൽപേട്ട ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറൻ ചുരങ്ങളാൽ 3 വശവും ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ ഒരു സാന്നിധ്യം ഈ ഉടുമൽപേട്ടയുടെ ആ പ്രാന്തപ്രദേശങ്ങളിൽ 3 സൈഡിൽ നിന്നും ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മലകളാൽ ചുറ്റപ്പെട്ട പട്ടണമാണ്. പിന്നെ പാവപ്പെട്ടവൻ്റെ ഊട്ടി എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഈ ഉടുമൽപേട്ടയിൽ നിന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ 3-4 ടൂറിസ്റ്റ് പ്ലേസിലേക്ക്, മെയിനായിട്ട് ഒന്ന് പഴനി ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും നമുക്കറിയാമല്ലോ വലിയൊരു അമ്പലം ഉള്ള സ്ഥലമാണ്. അതുപോലെ മൂന്നാറിന് 89 കിലോമീറ്റർ ഉള്ളൂ, പഴനിയിലേക്ക് 35 കിലോമീറ്റർ ഉള്ളൂ ഉടുമൽപേട്ടയിൽ നിന്ന്. കൊടൈക്കനാലിലേക്ക് ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ തിരുമൂർത്തി കുന്നുകൾ എന്ന് പറഞ്ഞാൽ അത് 21 കിലോമീറ്ററാണ്. അതുപോലെ തിരുമൂർത്തി വെള്ളച്ചാട്ടം ഇതൊക്കെ ഈ സ്ഥലങ്ങളിലേക്ക് തുടങ്ങി ഉടുമൽപേട്ടയിൽ ശരിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് നമുക്ക് മൂന്നാറിന് വഴി ഉടുമൽപേട്ട വഴി കറങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ അവിടുത്തെ 25 കിലോമീറ്റർ ഈ മൂന്നാർ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ചിന്നാർ എന്ന് പറയുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമുണ്ട്. അതിന് ശരിക്കും തമിഴ്നാട് സൈഡിലുണ്ട്. തമിഴ്നാട് സൈഡിൽ അതിന് അണ്ണാമലൈ ടൈഗർ റിസർവ് എന്നാണ് പറയുന്നത്. മറ്റേ കേരളത്തിൻ്റെ സൈഡിൽ തന്നെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നാണ് പറഞ്ഞത്. അതേപോലെ ഈ അണ്ണാമലൈ ടൈഗർ റിസർവിൽ തന്നെ മിക്കവാറും നല്ല ആനകൾ, അതുപോലെ തന്നെ കുറേ മൃഗങ്ങളുടെ കാഴ്ചകൾ. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഉടുമൽപേട്ടയ്ക്ക് ആദ്യമായിട്ട് പോണ കോതമംഗലത്തുള്ളൊരു ഫാസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൾ മിക്കവാറും ഞാനന്ന് പാസ് ചെയ്ത് പോയപ്പോൾ ഏകദേശം ഒരു 7-7:30 സമയത്താണ് ഈ പറഞ്ഞ ചിന്നാർ ഞങ്ങൾ പാസ്സായി പോയത്. അപ്പോൾ അവിടുത്തെ മാന് അങ്ങനെയുള്ള കുറേ ജീവികളൊക്കെ ആ സമയത്ത് കണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഉണ്ടെന്ന്. കാരണം ആ പാസ് ചെയ്യണ വശങ്ങളിലൊക്കെ ഞാൻ തന്നെ കാണിച്ചായിരുന്നു. മിക്കവാറും ഹമ്പുകളുണ്ട്, ഞാനത് പറയുകയും ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഇതുണ്ട്. അതുപോലെ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം അവിടുന്ന് ചിന്നാറിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളൂ മറയൂർക്ക്. പിന്നെ കാന്തല്ലൂർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കുറേ സ്ഥലങ്ങളാണ്. ഞാൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറേ ഞാൻ അതിൽക്കൂടെ ഉടുമൽപേട്ട ആ ടൗണിൽ കൂടെ കുറേ നടന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും മറ്റേ ഫ്ലൈ ഓവറിന് താഴെ എത്തി. പ്രാവശ്യം
പിന്നെ അവിടെ വേറൊരു തെരുവിൻ്റെ കുറേ കാഴ്ചകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു തിരുപ്പൂർക്കുള്ള റോഡിൻ്റെ ഒരു ഇതാണ് തോന്നുന്നു. ആ റോഡിൻ്റെ വീതി എന്ത് വീതിയാണെന്ന് എനിക്ക് ടൗൺ സെൻറ്ററിലുള്ള ഒരു റോഡ് തന്നെയാണ്. പക്ഷേ ആ റോഡ് എത്ര വീതിക്കാണ് ഉണ്ടാക്കിയെന്ന് നോക്കി. നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ ആ ഒരു റോഡിനെ കുറിച്ച് ആലോചിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ടൗണിലൊന്നും ഇതുപോലത്തെ റോഡിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഒന്നും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാടിനെ സംബന്ധിച്ചോളം സ്ഥലം കൂടുതലുണ്ട്, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് കണ്ടില്ലേ, ശരിക്കും നല്ല 4 ലൈനിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന റോഡിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഉടുമ്പൻപേട്ടയുടെ പരിസര പ്രദേശങ്ങളെല്ലാം നല്ല ഒരുവിധം ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളാണ്. നമ്മുടെ വെള്ളം പിന്നെ എവിടെ നിന്നാണ് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് കിട്ടുന്ന ആ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ പൊള്ളാച്ചി, അതുപോലെ തന്നെ മധുര, അങ്ങനെ കുറേ തമിഴ്നാട്ടിലെ കുറേ ജില്ലകൾ ശരിക്കും ജലസേചനം നടത്തുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടുപോയിട്ടാണ്. കാര്യം അത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അതൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഒരു സൈഡ് ശരിക്കും ഫലഭൂയിഷ്ടമായിട്ട് നിർത്തുന്നത് ശരിക്കും ഈ ഒരു മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഞാൻ ഏതായാലും അവിടുന്ന് ഉടുമ്പൻപേട്ട വെച്ച് ഒന്ന് കറങ്ങി നേരെ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടുത്തെ പൊള്ളാച്ചി ബസ് കയറി നേരെ പൊള്ളാച്ചിയിൽ. കാരണം ഞാൻ ഇന്ന് ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടന്നില്ല. അതിൻ്റെ ഇടയ്ക്കൊരു വണ്ടി ബീഡിയായി, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഏതായാലും ഞാൻ തിരിച്ച് ഇനിയിപ്പോൾ പൊള്ളാച്ചി വഴി തിരിച്ചു പോയേക്കാന്നുള്ള കണക്കൂട്ടലാണ്. അങ്ങനെ പൊള്ളാച്ചിയും കഴിഞ്ഞ് ഇപ്പോൾ തൃശ്ശൂർക്കുള്ള റോഡാണ്. അപ്പോൾ അവിടെ വഴിപടി ഇപ്പോൾ തമിഴ്നാട് സൈഡിൽ വഴിപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദപുരം വരെയുള്ള. അപ്പോൾ ഇവിടുത്തെ അതിലെ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് കണ്ടില്ലേ എത്ര വീതിയിലാണെന്ന് നോക്കി. അവിടെ ഒരു നമ്മുടെ കേരളത്തിലൊക്കെ ഒരു വഴിപടി എന്ന് വെച്ചാൽ എന്തോരം ബ്ലോക്കായിരിക്കും. ആ പ്രദേശങ്ങളിൽ ഒരു ബ്ലോക്കും ഇല്ല. ആദ്യമായിട്ട് തന്നെ ആ വഴി പണിതിടും. അത് കഴിഞ്ഞിപ്പോൾ കേരളത്തിൻ്റെ സൈഡിലേക്ക് വന്നു. ഇപ്പോൾ വടക്കാഞ്ചേരിയിലെത്തി. വടക്കാഞ്ചേരി ടൗണിൻ്റെ കാഴ്ചകളാണ്. വടക്കാഞ്ചേരി ടൗണിലെ ഈ സമയത്തുള്ള ഒരു കാഴ്ചയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ സമയം. അപ്പോൾ ആ വടക്കാഞ്ചേരി ടൗണിൽ കാഴ്ചകളാണ്. നല്ല കൊടുംവെയിലെന്ന് വെച്ചാൽ കൊടുംവെയിലാണ്. ഏകദേശം 37 ഡിഗ്രി സെൽഷ്യസ് ചൂട്. ഫീൽസിലേക്ക് 42 എന്നൊക്കെയാണ് മൊബൈലിലെ വെതർ ആപ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ പാലക്കാട് അതുപോലെ തൃശ്ശൂരിൻ്റെ ആ കിഴക്കൻ സൈഡിലേക്കുള്ള ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ച് നേരം നമ്മളൊരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും പ്രത്യേകിച്ച് ഒരു കടലിൻ്റെ അങ്ങനെയുള്ള സാന്നിധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മോയ്സ്ചർ മിക്കവാറും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേർപ്പുണ്ടാവില്ല. അത് നമ്മളിപ്പോൾ വടക്കാഞ്ചേരിയിലെ ആ ഫ്ലൈ ഓവറിൻ്റെ സൈഡിലെ കാഴ്ചകളാണ്. അപ്പോൾ നേരെ ഇവിടുന്ന് നേരെ നമ്മൾ ഹൈവേയിൽ കയറി നേരെ വീട്ടിലേക്ക് എത്താമെന്നുള്ള ഇതാണ്. ഞാൻ ഇപ്പോൾ ചൂടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്നറിയില്ല. കുറേ നമ്മൾ നടക്കുവാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മിക്കവാറും വെള്ളം കുടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ പോലും അറിയില്ല നമ്മുടെ ശരീരത്തിൽ ജലാംശം ഇറക്കി പോകുന്നു. പിന്നെ ഈ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയായാലും നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം എന്തായാലും നമ്മൾ കരുതിയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതെത്തുമ്പോൾ അതൊക്കെ തുറന്ന് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ 8ൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. ഏതായാലും നമ്മുടെ ഹൈവേ ആ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളാണ്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആ 6 ലൈനിലേക്ക് നമ്മൾ ആ 6 ലൈൻ ഹൈവേയിലേക്ക് കേരളത്തിലെ പണ്ടത്തെ നാഷണൽ ഹൈവേ 47 ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ നമ്പർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം നേരത്തെ ഇത് കന്യാകുമാരി സേലം NH 47 എന്ന് പറഞ്ഞ മെയിൻ ഹൈവേ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും കന്യാകുമാരി ടു മുംബൈ ആയ ഹൈവേ അതായത് നേരത്തെ NH 17 പോയിക്കൊണ്ടിരുന്ന എടപ്പള്ളിയോടുകൂടി എടപ്പള്ളിയിൽ നിന്ന് ബാക്കി തിരുവനന്തപുരത്തിനുള്ള ഭാഗങ്ങളുടെ ആ ഹൈവേയോട് ചേർത്തുകൊണ്ട് NH 566 എന്നുള്ള പേരിൽ അത് ഹൈവേ ആക്കി. ഇതിൻ്റെ പുതിയ നമ്പർ ഇപ്പോൾ എനിക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. ഇത് ശരിക്കും ഇപ്പോൾ
എടപ്പള്ളി ടു സേലം വരെ ഉള്ളൂ ഈ ഒരു ഹൈവേ. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ പുതിയ കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഏതായാലും ഹൈവേയിലെ കാഴ്ചകൾ നല്ല, ആ റോഡിൻ്റെ കാഴ്ചകൾ വളരെ ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള, നമുക്കും ഇത്രയും നല്ല റോഡുകളൊക്കെ ഉണ്ട്. ഏകദേശം ന്യൂയോർക്കിൽ ഇത്രയൊന്നും വരില്ലെങ്കിലും കുറേ, ഏതായാലും നമുക്കൊരു 70-80 ഈസി ആയിട്ട് പോകാൻ പാകത്തിനുള്ള ഒരു റോഡിൻ്റെ കുറേ കാഴ്ചകൾ. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ പോകുമ്പോൾ, 2-3 കിലോമീറ്റർ കൂടെ പോകുമ്പോഴത്തേക്കും അത് ഇവിടുത്തെ ഒരു മറ്റേ ടോൾ ബൂത്ത് വരുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഞാനത് മറന്നുപോയി. അപ്പോൾ ഹൈവേയുടെ സൈഡിലുള്ള കാഴ്ചകൾ കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈവേയിൽ ഈ പ്രദേശത്തോടെയൊക്കെ പോകുമ്പോൾ, നേരത്തെയൊക്കെ പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഞാൻ ഇതിലെ പോകുന്നത്. മിക്കവാറും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ സ്ഥലം ഒന്ന് പാസ് ചെയ്യാനായിട്ട്. വാണിയമ്പാറ, ഈ സ്ഥലത്തിൻ്റെ പേര് വാണിയമ്പാറ എന്നാണ്. ഞാൻ ജസ്റ്റ് മറന്നുപോയി. അപ്പോൾ ആ വാണിയമ്പാറയാണ് ഇപ്പോൾ ഒരു ടോൾ ബൂത്ത് ഇരിക്കുന്നത്. ഈ വാണിയമ്പാറ ഒന്ന് പാസ് ചെയ്യണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവിടെ ഇച്ചിരി ഒരു ചെറിയ മല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മലയൊക്കെ ശരിക്കും ആ മലയൊക്കെ തുറന്നല്ല, ശരിക്കും അതിന് മലയ്ക്ക് ഉള്ളിൽ, ആ മലയുടെയൊക്കെ ഉള്ളിക്കട അവിടെ ചെറിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ഹൈവേ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കുതിരാനിലേക്ക് വന്നു. കുതിരാനിലെ ഇപ്പോഴും ആ കാഴ്ചകൾ മാറിയിട്ടില്ല. കാരണം ചില സ്ഥലത്തൊക്കെ മിക്കവാറും ബ്ലോക്ക് ഉണ്ട്. കുതിരാനിലെ ഒരു തുരങ്കത്തിന് ഇപ്പോഴും പ്രശ്നങ്ങളാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇത് കണ്ടില്ല, ഇപ്പോഴും വരിയായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. സാറിന് അത്യാവശ്യം വണ്ടി വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന മനസ്സാരിക്കട്ടെ ആണെങ്കിലും, ഒരു തുരങ്കത്തിക്കട്ടെ ആണെങ്കിലും, ഇതിപ്പോൾ ഇന്നെന്തോ ഫ്രണ്ടിലെന്തോ പ്രശ്നമുണ്ട്, ഈ സൈഡ് ബ്ലോക്കാണ്. അപ്പുറത്തുനിന്ന് വണ്ടികൾ കുഴപ്പമില്ലാണ്ട് രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ ഈ തരത്തിലുള്ള കുറേ 4-5 വണ്ടികൾ എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഒരുപക്ഷെ അത് പോകണേൻ്റെ ആവാം. പക്ഷേ അത് ലോഡ് ഇറക്കി വരുന്ന, ഗ്യാസ് ഇറക്കി വരുന്ന കാലി വണ്ടികളാണ്. അതുപോലെ വല്ല ടിപ്പറും ചിലപ്പോൾ പോകണ്ടാവും. കാരണം ഇപ്പോൾ കേരളത്തിൽ ഇപ്പം നമ്മൾ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലാണ്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ നേരത്തെ ഒരു കാറ് അവിടെ കേടായി കിടന്നുകൊണ്ടായിരുന്നു ആ ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറി ഇപ്പോൾ ആ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിലെ ഒരു കാഴ്ചകളാണ്. നല്ല ലൈറ്റപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കുറേ വണ്ടികളൊക്കെ, ഇടയ്ക്ക് കുറേ വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഏതായാലും ഈ കുതിരാനിൻ്റെ നമുക്കും ഇതുപോലത്തെ ഒരു തുരങ്കം ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ വരുന്നുള്ളൂ എനിക്ക് ഈ കുതിരാൻ തുരങ്കം എനിക്ക് തോന്നുന്നു. ഏതായാലും നമ്മൾ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് ശരിക്കും ഇതുപോലെ ഈ കുതിരാൻ മല ഒഴിവാക്കി അത് ഒരു തുരങ്കം ശരിക്കും ആഗ്രഹിച്ചിരുന്നതാണ്. ഏതായാലും കുറേ താമസിച്ചിട്ടാണെങ്കിലും നമുക്ക് ആ ഒരു തുരങ്കത്തിൻ്റെ ഒരു അനുഭൂതി ശരിക്കും നമുക്ക് ലഭ്യമായി. കാര്യം 1-2 വർഷങ്ങളായില്ലെങ്കിലും ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു തുരങ്കം. ഈ ഇത്രയുള്ള കാര്യം ഒരു ചെറിയ, എത്ര വലിയ തുരങ്കമൊന്നും പറയാനില്ല. പക്ഷേ ഇത് ഏകദേശം 3 വർഷം അല്ല, അപ്പോൾ ഏകദേശം 10 വർഷത്തോളം എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ തുരങ്കവും ഈ റോഡ് ഈ അവസ്ഥയിൽ ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും നമുക്ക് കുറേ മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും. അത് പക്ഷേ വരാൻ ഇത്രയും താമസിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നമ്മളെ ഒരു ശരിക്കും പറഞ്ഞ ഒരു വേദനിപ്പിക്കുന്നൊരു കാര്യം. പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇതിവിടെ ഒരു നല്ലൊരു കയറ്റം ഉണ്ടെന്ന്. നേരത്തെയൊക്കെ ഒരു നല്ല ലോഡ് കയറ്റിയ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കുതിരാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് ആവുമായിരുന്നു. കയറ്റത്തിൽ തന്നെ ബ്ലോക്ക് ആവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കയറ്റമൊന്നും ശരിക്കും അറിയാൻ പോലും ഇല്ല. 3 ലൈൻ ഓരോ സൈഡിലേക്കും ഉണ്ട്, 6 ലൈനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അവിടെ നമുക്ക് പാസ് ചെയ്ത് പോകാം. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ള. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.